ഹായ് ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് പി സി ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാര്യം ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറത്തൊക്കെ റെഡ് അലേർട്ടാണ്. അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. പുറത്തിറക്കി ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിച്ച് പോകാൻ ശ്രമിക്കുക. വെള്ളക്കെട്ടിലേക്കും അതുപോലെ തന്നെ അടുത്തുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും ഇപ്പോൾ ട്രിപ്പ് പോകാനൊക്കെ നിങ്ങളെ വിളിക്കും. എങ്ങോട്ട് ഇറങ്ങരുത്, എക്സാം കഴിയാതെ ഒരു വഴിക്ക് പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്കെങ്ങനെ നമ്മുടെ മറവിയെ മറികടക്കാം, അതുപോലെ നമ്മൾ റിവിഷൻ എങ്ങനെയൊക്കെ ചെയ്യാം, അതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ആ കാര്യങ്ങളെ കുറച്ച് അവസാനത്തേക്ക് പറയാമെന്ന് വിചാരിക്കുകയാണ്. അതിന് മുന്നേ തന്നെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ കുറേ കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. സംശയങ്ങളാണ് കൂടുതലും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എങ്കിലും പുതുതായി വന്ന ആൾക്കാർ ഇപ്പോൾ കമൻസ് വായിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ചോദിക്കുന്നത് എൻ്റെ ജില്ല ഏതാണ്? ഞാനിപ്പോൾ താമസിക്കുന്നത് മലപ്പുറത്താണ്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പാലക്കാടാണ്. കല്യാണം കഴിഞ്ഞ് അങ്ങനെ മലപ്പുറംകാരിയായി മാറിയതാട്ടോ. അപ്പോൾ എക്സാംസൊക്കെ ഞാൻ കൂടുതലും പാലക്കാടിലാണ് കൊടുക്കാറുള്ളത്. വേറൊന്നുമല്ല, മലപ്പുറത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ദൂരെയാണ് സെൻറ്റർ കിട്ടാറുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഇവിടെ നിന്നുള്ള ഒരു അറിവ്. അതുകൊണ്ട് ഞാൻ പാലക്കാടാകുമ്പോൾ എനിക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും, 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ തന്നെ ആയിരിക്കാം, മിക്കവാറും ടൗണിൽ തന്നെ ആയിരിക്കും എക്സാംസ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും പാലക്കാട് ചൂസ് ചെയ്യുന്നത്. വേറെ ഞാനൊന്നും അങ്ങനെ വേക്കൻസിയും കാര്യങ്ങളും നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ. പിന്നെ ഒരു ദിവസം എത്ര ഹവേഴ്സ് പഠിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന സമയം പഠിക്കും, അതുപോലെ ഇത്ര ഹവേഴ്സ് പഠിക്കണം, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഓരോ ദിവസം ടൈം ടേബിൾ സെറ്റ് ചെയ്യും, എന്നിട്ട് ആ ഒരു പോർഷൻസ് എല്ലാം കവർ ചെയ്യണം. ചില ദിവസങ്ങൾ അതൊന്നും നടക്കാറില്ല, മോള് കുറുമ്പ് കാട്ടും. അപ്പോൾ ചില ദിവസങ്ങളിൽ തീരെ പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില ദിവസങ്ങൾ അവൾ നല്ലപോലെ ഉറങ്ങും. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് നേരം ഇരിക്കും. ചിലപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും, മനുഷ്യനല്ലേ, എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ, ചിലപ്പോൾ നമുക്ക് തന്നെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ പഠിക്കാനൊന്നും തോന്നില്ല. അപ്പോൾ ഒന്നും തൊട്ട് നോക്കാറില്ല. അപ്പോൾ എനിക്ക് ഏത് മേഖലയിലാണ് എനിക്ക് സന്തോഷം കിട്ടുക, അതായത് പാട്ട് കേൾക്കുക, സിനിമ എന്തെങ്കിലും കാണുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പഠിക്കാതെ സിനിമയൊക്കെ കണ്ടിരുന്ന എത്രയോ ദിവസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും അത് നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇനിയുള്ളൊരു 2 മാസം എൻ്റെ 100% എഫേർട്ട് പഠനത്തിനായിട്ട് ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എത്ര മണിക്കൂർ പഠിക്കും എന്നതിലൊന്നും അർത്ഥമില്ല, എന്ത് പഠിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഒരു 6-7 മണിക്കൂറൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 6 മണിക്കൂർ എന്തായാലും പഠിക്കും. പിന്നെ ഇനിയിപ്പോൾ എക്സാം എടുക്കും തോറും കുറച്ചുകൂടെ സമയം കൂട്ടണം, ഒരു 7-8 മണിക്കൂറൊക്കെ ആക്കണം എന്നൊക്കെ ഉണ്ട്. അറിയില്ല, പറ്റുവാണെങ്കിൽ അങ്ങനെ പഠിക്കണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിക്കുന്നത്? കറണ്ട് അഫയേഴ്സ് ഞാൻ പഠിക്കുന്ന കാലം മുതൽ തന്നെ നോട്ട്സ് എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വീക്ക്ലി റിവൈസ് ചെയ്ത് പോകലാണ്. ഇപ്പോൾ കുറച്ചായിട്ട് പെൻഡിങ് വന്നിട്ടുണ്ട്. മെയ് മാസത്തെയൊന്നും എഴുതിയിട്ടില്ല, അത് എഴുതി തുടങ്ങണം. അങ്ങനെ പെൻഡിങ് വരാറില്ല. ചില മാസങ്ങളിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ബുക്ക് എടുക്കാൻ വിട്ടു പോകുന്ന സാഹചര്യങ്ങളിലോ അങ്ങനെയൊക്കെ കുറച്ച് പെൻഡിങ് വന്നിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ ഒരുപാട് പെൻഡിങ് ഒന്നുമില്ല. 2023 പകുതി മുതലാണ് ഞാൻ പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയം മുതൽ ഇപ്പോഴുള്ള ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം കയ്യിലുണ്ട്. അപ്പോൾ അതുതന്നെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കലാണ്. പിന്നെന്താ, ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനുള്ള മറുപടി എല്ലാവർക്കും അപ്പോൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനി പുതിയ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് കൂടെ അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടേതായ ഒരു താല്പര്യം വേണം. ഏതെങ്കിലും മേഖലയിൽ നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിലേക്ക് ഒരു 100% കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ PSC യിലാണെങ്കിൽ തന്നെ കുറേ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു കുറച്ചൊക്കെ പഠിച്ചുകൊണ്ട് അത് നിർത്തി പോകുന്ന ഒത്തിരി ആൾക്കാർ. അപ്പോൾ ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ 100% ഇൻട്രസ്റ്റ് വേണം. ഇതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടിയിട്ട് മാത്രമേ നമ്മൾ പിന്മാറുള്ളൂ എന്നൊരു വാശി വേണം. അത് മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നേരെയുള്ള ഒരു വാശിയല്ല, സ്വയം നമ്മളൊരു വാശി വേണം. അതായത് ഈ ജോലി നേടിക്കഴിഞ്ഞാലേ ഞാൻ ഈ പഠനം നിർത്തുള്ളൂ, അതിന് വേണ്ടി ഞാൻ എൻ്റെ 100% കൊടുക്കും, തീർച്ചയായും ഞാൻ ജോലി വാങ്ങും എന്ന ഒരു വിശ്വാസം നമുക്ക് വേണം. അതായത് സെൽഫ് മോട്ടിവേഷൻ അതുപോലെ വേണം. ചില സമയങ്ങളിൽ നമ്മൾ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും പഠിക്കാതെ ഉഴപ്പി നടക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതായത് ഈ പഠിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞിട്ടാണോ നമ്മൾ പഠിക്കാതിരിക്കേണ്ടത്? അല്ല, ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് നമുക്ക് ഏകദേശം അറിയാം. അതായത് LD പോലുള്ള വലിയ എക്സാംസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം 3 വർഷത്തിലൊരിക്കലാണ് വരുന്നത്, ഇന്ന സമയമാകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടൊക്കെ വേണം പഠിക്കാതിരിക്കാൻ.
അങ്ങനെ ഒരുപാട് സമയം പഠിക്കണമെന്നൊന്നുമില്ല. തുടക്കത്തിൽ 1-2 മണിക്കൂർ വെച്ച് അങ്ങനെ പഠിച്ചാലൊക്കെ മതി. പോകെ പോകെ അത് ഒന്ന് സെറ്റായിക്കോളും. ആദ്യം തന്നെ നമ്മൾ ഒരു 5 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് പഠിക്കാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് നടക്കാത്ത കാര്യമാണ്. നടക്കാത്തതെന്ന് വെച്ചാൽ കുറച്ചാകുമ്പോൾ ആദ്യത്തെ 10 ദിവസമൊക്കെ നടക്കുമായിരിക്കും, പിന്നെ കുറച്ചാകുമ്പോൾ അത് മടുപ്പ് തോന്നി ഇട്ടേച്ച് പോകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും ഇതിൽ വരുത്തല്ലേ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും അതൊന്നും നടക്കില്ല. ഞാൻ പൊതുവേ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റിവിഷനാണ്. റിവിഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലോങ് ടൈം സ്റ്റഡിയാണ് നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ആ ഒരു കാലയളവിലേക്കാണ് നമുക്ക് എക്സാം വിളിക്കുന്നതും നമ്മൾ അതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു 6 മാസം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6 മാസം ടൈമിലാണ് എക്സാം വരുന്നതെങ്കിൽ നമ്മളൊരു 5 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 4-4.5 മാസം കൊണ്ട് തന്നെ നമ്മുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കി സമയം ഫുള്ളും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനും അതുപോലെ തന്നെ മോഡൽ എക്സാംസ് എല്ലാം ചെയ്ത് നോക്കാനുള്ള ടൈം കിട്ടും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെക്കാൻ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനൊന്നും നിങ്ങൾ പോകണ്ട. ഇനിയുള്ള ദിവസങ്ങൾ മോഡൽ എക്സാംസ് പ്രീവിയസിൻ്റെ ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു പ്രീവിയസ് ചെയ്യുമ്പോൾ അതിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസാണ് തെറ്റിപ്പോയിട്ടുള്ളത് എന്ന് നോക്കുക. ആ തെറ്റിയത് 10 എണ്ണം ആയിരിക്കാം, അല്ലെങ്കിൽ 20 എണ്ണം ആയിരിക്കാം, അല്ലെങ്കിൽ 50% തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും സാരമില്ല. അത്രയും ഭാഗങ്ങൾ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ഓരോ ദിവസവും അങ്ങനെയുള്ള ടോപ്പിക്ക്, അതായത് ആ ടോപ്പിക്ക് പഠിച്ചാൽ 1 മാർക്ക് കിട്ടുമെന്ന് ഷുവറായിരിക്കും. കാര്യം പ്രീവിയസ് അല്ലേ. അപ്പോൾ അങ്ങനെ പഠിച്ചു നോക്കുക. തെറ്റിപ്പോയ ഭാഗങ്ങളൊക്കെ ചെറുതായി ഒന്ന് വായിച്ച് ഓർമ്മ പുതുക്കി അങ്ങനെ പഠിക്കുക എന്നൊക്കെ വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, പക്ഷെ നമ്മൾ മറന്നു പോയതാണ്. അതുകൊണ്ടാണല്ലോ അവിടെ മിസ്റ്റേക്ക് വന്നതും തെറ്റിപ്പോയതും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തെറ്റി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാര്യം ഒരു മോഡൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് തെറ്റി കഴിഞ്ഞാൽ ആ തെറ്റിയ ക്വസ്റ്റ്യൻ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അങ്ങനെ തെറ്റി തന്നെ പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓരോ ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴും അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ കൂടി പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഈ റിവിഷൻ എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ, അതായത് എക്സാം റിവിഷൻ എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്ത റിവിഷൻ അല്ല. ഇനി കുറച്ച് ദിവസങ്ങളല്ലേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ റിവിഷൻ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിൽ തെറ്റുള്ളതെല്ലാം പിന്നീടുള്ള എക്സാമിന് വേണ്ടി നമ്മൾ ഓരോ മാർക്കും സ്വരുക്കൂട്ടി വെക്കുന്നതാണ്. കുരുവി കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ ഓരോ മാർക്ക് നമ്മൾ അങ്ങനെയാണ് കയറി പോകേണ്ടത്. ചിലർ പറയുന്നത് കേൾക്കുന്നുണ്ട് നമ്മൾക്കൊരു 60, 65 അല്ലെങ്കിൽ 50, 60 ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും മാർക്ക് വരുന്നത്, അതിൽ നിന്നും കൂടാൻ ഒരുപാട് കഷ്ടമാണ്, കിട്ടുന്നില്ല എന്നൊക്കെ. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഇതുപോലെ തന്നെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കില്ല, മോഡൽ എക്സാംസ് എഴുതി നോക്കില്ല. അങ്ങനെ എഴുതി നോക്കിയാൽ തന്നെ തെറ്റുപറ്റിയ ഭാഗങ്ങൾ വീണ്ടും ഒന്ന് പഠിച്ച് ഉറപ്പിച്ച് വെച്ചാലല്ലേ അടുത്ത എക്സാമിന് ആ ഭാഗം തെറ്റാതിരിക്കുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മറവി വരുന്നതും അതുപോലെ തന്നെ മാർക്ക് കയറിപ്പോവാത്തതും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ തന്നെ എക്സാം രീതിയിൽ തന്നെ ബബിൾ ചെയ്ത് തന്നെ ചെയ്ത് പഠിക്കുക. പിന്നെ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എത്ര പഠിച്ചാലും ഒന്നും അത് തലയിൽ കയറുന്നില്ല എന്നൊക്കെ തോന്നുന്ന കുറച്ച് ഭാഗങ്ങൾ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സിലൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാനങ്ങനെ എഴുതി വെക്കാറുണ്ട്. ഇതുവരെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് റാങ്ക് ഫയലിൽ അങ്ങനെ എഴുതി വെക്കലായിരുന്നു. സ്റ്റിക്കി നോട്ട്സിലെ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കുമായിരുന്നു. ഇപ്പോൾ അത് ഞാനിങ്ങനെ ചുമരിൽ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാണാം. അപ്പോൾ ഓരോ ദിവസം രാത്രി ഉറങ്ങുമ്പോഴും ഓരോ പേപ്പർ ഞാൻ വായിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പോൾ അടുത്ത ദിവസം എണീക്കുമ്പോഴും ഈ പേപ്പർ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കും. അങ്ങനെ വായിച്ച് കണ്ട് തന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് കയറും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഫ്ലോ ചാർട്ടുകൾ തയ്യാറാക്കി വെക്കാം, പഠിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ആ എഴുതിയ കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ പഠിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾസൊക്കെ ഒന്ന് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എഴുതി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നെടുത്ത് ഇങ്ങനെ നോക്കിയാൽ തന്നെ എല്ലാം മനസ്സിലാവും. 10-20 പേജ് വായിക്കേണ്ട കാര്യമില്ല, ഒറ്റ പേജിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. ഫ്ലോ ചാർട്ട്, ഷോർട്ട് നോട്ട്സ്, സ്റ്റിക്കി നോട്ട്സ് എല്ലാം പഠനത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയണമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ റിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ മുന്നിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. പെട്ടെന്ന് ഒരു ദിവസം പഠിക്കാൻ ഇരുന്ന ആൾക്കാരൊന്നും അല്ല നമ്മളെ ഓരോരുത്തരും. നമ്മൾ കുറേ കാലത്തെ കഷ്ടപ്പാടാണ് ഈ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ടെൻഷനൊന്നും വേണ്ട. മോഡൽ എക്സാംസ് നല്ലപോലെ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. ആ ദിവസം എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെയാണോ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്ക് കൂടുന്നതും കുറയുന്നതും റാങ്ക് കൂടുന്നതൊക്കെ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഒരു ടെൻഷനുള്ള ആളും അതുപോലെ തന്നെ ഒരു ടെൻഷൻ ഇല്ലാത്ത വ്യക്തിയും തമ്മിൽ എഴുതുമ്പോൾ തന്നെ 1-2 മാർക്ക് അല്ലെങ്കിൽ
ഒന്നോ രണ്ടോ റാങ്കിൻ്റെ തന്നെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, എത്ര ടെൻഷനുള്ള ആളാണെങ്കിലും അതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പഠനം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഹെൽത്തിനും നമ്മൾ മുൻഗണന നൽകണം. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പിന്നീട് ജോലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതെപ്പോഴും ഓർക്കാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലപോലെ ഉറങ്ങാനുള്ള ഒരു സമയവും പഠിക്കാനുള്ള സമയവും അതുപോലെ നമ്മുടെ ഹെൽത്ത് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ജിമ്മിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ജിമ്മിന് പോവുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയുള്ള സമയം മാറ്റി വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം, മൈൻഡൊക്കെ റിലാക്സ് ആയിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് പഠനം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഏട് മാത്രമാണ്. വീണ്ടും ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കറണ്ട് അഫയേഴ്സിനാണ് 20 മാർക്ക്. അതൊരിക്കലും മറക്കരുത്. കറണ്ട് അഫയേഴ്സ് നല്ലപോലെ തന്നെ പഠിക്കുക. പത്രം വായിക്കുന്നവരാണെങ്കിൽ വായിക്കുക. ഏതൊരു എക്സാമിന് പോകുമ്പോഴും ആ ഒരു എക്സാമിൻ്റെ മാസത്തിൻ്റെ തൊട്ട് മുന്നുള്ള മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ട് എക്സാമിൻ്റെ തലേ ദിവസം. അത് ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു പോവുക. ചന്ദ്രയാൻ അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ, പുതിയ പാർലമെൻറ്റ് അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ എത്ര പഠിച്ചാലും പിന്നെ അവസാനമാകുമ്പോൾ അതൊക്കെ ഒന്ന് മറന്നു പോകും. അപ്പോൾ അങ്ങനെ ട്രെൻഡി ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കാര്യവും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.